Hello there, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് അഷ്മിത. എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. Yes. I'm moving in the right direction, and I'm gonna make a separate video of me learning Malayalam. So yes, that's coming soon. But today I will be reacting to the second episode of Corrective Flix Insomnia Nights, and a lot of you told me that it's a very different approach. Like the series is quite different. It's not really a continuation. Like every night is sort of like a different story in the world of Surjit. So I'm really excited to see how second episode pans out, and who is the next Bakra in Surjit's life. Who will Surjit trick? Let's see. We'll find out. I don't want to delay this any further. Let's just get right into the reaction. Okay. സുർജിത്തെ ജിത്തു എന്തോളെ പരിപാടി? എന്ത് പരിപാടി? ഞാൻ ബ്രെഡ് മേടിക്കണം. ബ്രെഡ് മേടിക്കാനോ? ആ ആരും ചുടുന്ന പറ്റില്ല വരാ. എടാ അവിടെ ആകുമ്പോൾ രണ്ടും തന്നെയാണ്, സെലക്ഷൻ ഇല്ല. നല്ല സെലക്ഷൻ. എന്ത് കോലോടെ എന്താണ് നിന്റെ പരിപാടി? കളിയ വെഡിങ് ആനിവേഴ്സറി ആണ്. ആഹാ, ഭാര്യയ്ക്ക് ഒരു ഗിഫ്റ്റ് മേടിക്കണം. അടിപൊളി. അപ്പോൾ ഇന്ന് പാർട്ടി ഇല്ലേ? ഓ, നിങ്ങൾ പോയ പിന്നെ പഴയ പോലെ കൂടുതലൊന്നും ഇല്ലടാ. ഇന്ന് നമുക്കൊന്ന് സെറ്റാക്കണം. ആ, അവിടെ നമ്മൾ പഴയ സെക്രട്ടറി ആണല്ലോ, ഒരു ചൊറിയൻ. അയാൾ തന്നെയാണ് എപ്പോഴും സെക്രട്ടറി അയാൾ തന്നെ, പക്ഷെ ചൊറിയൊന്നും ഇല്ലടാ. ആ, പിന്നെ വേറൊരു കാര്യമുണ്ട്. ഈ വേലയും കൂലി ഇല്ലാത്ത ഒരുത്തന്നെ കിട്ടണ്ടേ പിടിച്ച് സെക്രട്ടറി ആക്കാൻ വേണ്ടിയിട്ട്. ശരിയാ. അതുകൊണ്ട് നിന്റെ പരിപാടികളൊക്കെ എന്തായി? നമുക്കൊരു വലിയ ഇട്ടാലോ? ഗിഫ്റ്റ് മേടിച്ചിട്ട് വലിക്കാം. ആ, വാ. Forgot about the bread. എന്ത് മേടിക്കോളിയാ? നല്ല മധുരമുള്ള സീഡ്ലെസ് മുന്തിരി മേടിച്ചാലോളിയാ. കിളി പോയി നിൽക്കുവാനോടെ. ഗിഫ്റ്റ് എന്ത് മേടിക്കുമെന്നാണ് ചോദിച്ചത്. ഗിഫ്റ്റോ? ഗിഫ്റ്റായിട്ട് ഇപ്പം എന്തുകൂടാ? സാധാരണ ഡ്രസ്സ്, പെർഫ്യൂം, ഡയമണ്ട് റിങ്, നെക്ലേസ്, ഇതൊക്കെയാണ് ഒരു ക്ലാസിക് ഹസ്ബൻഡ് വാങ്ങിച്ചു കൊടുക്കാറുള്ളത്. ഞാനൊരു പാവ പെർഫ്യൂം മതി, അല്ലെങ്കിലേ വൻ ചെലവാ. ഇത് കൊള്ളാല്ലേ? 5199. അയ്യോ, ഇത്രയും വില ഉണ്ടായിരുന്നു. ബജറ്റില്ലളിയാ. ഇത് വിട്ടിരിക്കട്ടെ. ഇതിന്റെ മണമെങ്ങാണ് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. Though there won't be any 5K perfumes kept in a supermarket like this. എല്ലാ മാസം ഇത് തന്നെ മേടിച്ചു കൊടുക്കും. Highly doubted. എന്തുകൂടാ വാങ്ങിക്കുന്നത്? അവർക്ക് ഉപയോഗമുള്ള എന്തെങ്കിലും മേടിക്കണം. Versace will never be there in a supermarket. Hello. Never. കുപ്പി മേടിക്കണ്ടേ? കുപ്പിയൊക്കെ എൻ്റെ ഉണ്ട് അളിയാ, സ്റ്റോക്ക്. ആ, ഞാൻ നിന്നെ കൂടെ വിളിക്കാൻ തുടങ്ങുമായിരുന്നു. നമുക്കേ വൈകിട്ട് ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ച് ചെറിയൊരു പരിപാടി സെറ്റ് ചെയ്താലോ? ഓ, എനിക്ക് ഓർമ്മയുണ്ട്. അല്ല, ഞാൻ നിന്നോട് വെറുതെ ചോദിച്ചതേ ഉള്ളൂ. ആ പ്ലാൻ തന്നെ മതി. ഞാൻ വരുവാ. ശരി. സോറി അളിയാ. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. ഞാൻ നിന്നെ വിട്ടു വരട്ടെ? ഇല്ല, ഞാൻ സ്വീറ്റ്ലെസ് മുന്തിരിങ്ങ ലോക്കായി, പിന്നെ അത് മേടിച്ച് പതുക്കെ അങ്ങോട്ടോ. അളിയാ, നമുക്കൊന്ന് ഇരിക്കണം, കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ശരി അളിയാ. I honestly thought he's going to trick him to stay back somehow. Okay, that didn't happen. Classic husband. Ooh, what's gonna happen? Let me start by showing you how to play them. Again, you can play them either in the left or the right hand. We're going to focus on the right hand. First order. Here's a C major chord. And
He owns a Yamaha. I mean, My first finger. those ain't cheap. The number you have dialed is currently busy. Please try later. എന്താടാ എടാ നീ എവിടാ? വീട്ടില് പെട്ടെന്ന് ഇങ്ങോട്ടൊന്ന് വരാൻ പറ്റുമോ? എന്തു പറ്റി? എൻ്റെ പൊന്നളിയ, ഞാനിവിടെ വന്ന് കയറിയപ്പോ തൊട്ട് ഇവളോട് ഭയങ്കര ബഹളമാണ്. ഞാൻ എവിടെയായിരുന്നു, ആരുടെ കൂടെ ആയിരുന്നൊക്കെ ചോദിച്ചിട്ട്. ഇതൊന്നും മിണ്ടാൻ പോലും സമ്മതിക്കുന്നില്ലടാ. എടാ നീ ഒരു കാര്യം ചെയ്യും, നീ ഒന്നും മിണ്ടാൻ പോണ്ട, ഞാൻ താവരും. വരുവാണേ. ഹായ്. എന്താടാ എന്ത് പറ്റി? ആ, എൻ്റെ പൊന്നു സുർജിത്തെ, ഞാൻ ആ ടെഡി ബെയർ കൊണ്ട് കൊടുത്തു. ഒന്ന് വിഷ് ചെയ്തു. എന്നെ പിടിച്ച ഒറ്റത്തള്ള. ഞാൻ ആരുടെ കൂടെ ആയിരുന്നു, ഇപ്പം പറയണമെന്നൊക്കെ പറഞ്ഞിട്ട് വൻ ബഹളം. മേടിച്ചുകൊണ്ടുവന്ന സാധനങ്ങളും ആ ടെഡി ബെയറും ഒക്കെ എടുത്തെറിഞ്ഞ് ആകെ സീനാക്കി കളിയാ. എന്ത് കാര്യം എന്തെന്ന് പറഞ്ഞു? Is it because she smelled perfume and it was the perfume that he usually doesn't port because he tried that perfume, right? So she's doubting him. That could be the reason. കാര്യം എന്താണെന്ന് പറഞ്ഞാലല്ലേ അറിയൂ. ഞാൻ പറഞ്ഞു ഞാൻ നിൻ്റെ കൂടെ ആയിരുന്നു. അപ്പോൾ പറയാതെന്താ വലിയ പ്ലാനിങ്. That's the most logical explanation I can think of. എടാ അത് സംഭവം സംശയമാണ്. നമുക്ക് വല്ല ചുറ്റുകളി ഉണ്ടോ? ഒന്ന് ചുമ്മാ ഇരടെ. എടാ സത്യം പറ. ഇല്ലളിയാ. നോക്കട്ടെ. കടിക്കൂടെ? ദൈവത്തിനറിയാം. ഞാനൊരു കാര്യം ചെയ്യും, ടെൻഷൻ അടിക്കേണ്ടത് ഇങ്ങനെ സ്ട്രെസ് പറയാൻ നല്ലതാണോ? സുർജിത്തെ വേണ്ട. അവൻ നല്ല ഒന്നാന്തര കള്ള പറയുന്നതെന്ന് എനിക്കറിയാം. നീ അവനെ കണ്ടിട്ടുമില്ല, എന്നിട്ട് ഒരുമാതിരി അവനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് വന്നേക്കോ. നിനക്കതിന് സംശയമാണോ? എനിക്ക് ഒരു സംശയമില്ല, നല്ല ഉറപ്പാ. അപ്പം നിനക്ക് ആരെയും സംശയമുണ്ട്? പെർഫ്യൂമിൻ്റെ സ്മെല്ലാണോ എൻ്റെ പ്രശ്നം? നിനക്ക് സ്മെല്ല് കിട്ടിയല്ലേ? അത് വെച്ച് ഞാൻ പിടിച്ചേ. That was an obvious guess. ഇനിയിപ്പോൾ ഓഫീസിൽ ആരെങ്കിലും What a liar! Okay, you know what? This dude is crazy. He knows. He knows. Hello. അതിന് താഴെ കുറച്ച് ജൂനിയർ പിള്ളേരുണ്ടായിരുന്നല്ലോ. അല്ലെ പെങ്കുച്ചൻ്റെ പേരെന്തായിരുന്നു? ശ്രീജ, നിനക്കാണ് അറിയത്തില്ല. ആ അപ്പോൾ ശ്രീജയാണ് ആള്. അവളുടെ പെർഫ്യൂമിൻ്റെ സ്മെല്ല് എങ്ങനെയാണ് അവൻ്റെ ദേഹത്ത് വന്നേ? എനിക്കതറിയാം. ഒരു പരിപാടിയുണ്ട്. എന്തായാലും വെഡിങ് ആനിവേഴ്സറിയല്ലേ, നമുക്ക് ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ചൊരു പാർട്ടി വെക്കാം. കൂടെ ശ്രീജയെ. അതൊന്നും വേണ്ട, ഞാൻ വെറുതെ റിയാക്ട് ചെയ്തു പോകും. നിനക്കറിയണോ? Finally getting what he wanted, a party. എല്ലാവരും അവനെ കൊണ്ട് തന്നെ വിളിപ്പിക്കണം. കൂടെ ശ്രീജയെ വിളിക്കാൻ പറയുമ്പോൾ എന്തെങ്കിലും ബബ്ബ അടിക്കുന്നുണ്ടെങ്കിൽ അതിലെന്തോ കള്ളത്തിലുണ്ട്. ഇനി അതല്ല, നീ പറയുന്നത് അവൻ അതിനേക്കാളും വലിയ കള്ളനാണെങ്കിൽ ഈ പാർട്ടി തീരുന്നതിന് മുമ്പ് നമ്മളത് ബുക്ക് ചെയ്തിരിക്കും. നീ പറയുന്നത് ശരിയാണെന്നുണ്ടെങ്കിൽ നാളെ രാവിലെ നമ്മൾ ഡിവോഴ്സ് നോട്ടീസ് ചെയ്യും. 30 രൂപയുടെ കേസ് ആലോചിച്ചിട്ട് പറ. ആ അത് അറിഞ്ഞിട്ടുള്ളൂ. ഇനി ചെറിയൊരു തെറ്റിദ്ധാരണയായിരുന്നു, എല്ലാം പറഞ്ഞ് സെറ്റാക്കിയിട്ടുണ്ട്. നീ ആദ്യം ചൊറിഞ്ഞ് പുണ്ണാക്കായിരുന്നു. ആദ്യം അല്ല, സംഭവം എന്തായിരുന്നു? നീ അത് വിട്, നിനക്കെന്നെ വിശ്വാസമില്ല. നമുക്ക് ഈ മൂടൊക്കെ ഒന്ന് മാറ്റി ഒരു ചെറിയ പാർട്ടി സെറ്റ് ചെയ്യാം. നീ ഫ്രണ്ട്സിനെയൊക്കെ വിളി. നിൻ്റെ ഓഫീസിലെ കൊച്ചു ശ്രീജ അതൊക്കെ താഴെയല്ലേ, ബാക്കി ജൂനിയേഴ്സ് പിള്ളേരെ എല്ലാവരും വിളി. അവർ വരുമ്പോൾ ഒരു സീനും ഇല്ല. നിള, നമുക്ക് ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ചേ, അടുത്തുള്ള ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ച് നമുക്ക് ചെറിയ പാർട്ടി ആക്കിയാലോ? ആ വിളിക്ക്.
ഇവിടെ താൻ പോവുകയാണോ? നമുക്ക് പ്ലാൻ ചെയ്യണം. ഞാൻ ഇവിടേക്ക് ഒന്ന് വൃത്തിയാക്കട്ടെ. നമുക്ക് ചെറിയൊരു പാർട്ടിയും കൂടി സെറ്റ് ചെയ്യണം. ഡെക്കറേഷൻ വേണം. You know, a lot of you told me he's a psycho in the last video. I think he's a genius. Like, look at how his brain is working. He wanted a party, like wanted to throw a party with his friend, and it couldn't happen. Now he's devised a plan of how to throw a party. Jabki he knows everything. Sly. ഹലോ, ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. ലേറ്റ് ആയതുകൊണ്ട് ഗിഫ്റ്റ് ഒന്നും വാങ്ങാൻ പറ്റിയിട്ടില്ല. നാളെ വാങ്ങിച്ചു കേട്ടോ. എന്തായാലും വേണം. നല്ല ഷർട്ട് ആണല്ലോ. നൈസ് ഷർട്ട്സ്. ഒരു മെയിലിന് കോപ്പിയും കൂടെ അയച്ചാ വാ. അതെങ്ങനെ ഒഴിക്കട്ടെ? ഓ ആവാലോ. നിലേച്ചി, ഇന്നെന്താ സ്പെഷ്യല്? ഓ, അങ്ങനൊന്നുമില്ല. പിന്നെ ഒരു സ്പെഷ്യൽ ഉണ്ട്, തിരാമിസു. ജിത്തിന് ഏറ്റവും ഇഷ്ടമുള്ള ഐറ്റം. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് മേടിച്ചു തരാറുണ്ട്. കഴിക്കാറുണ്ടോ? ഇല്ല. കാണിച്ചേ. കൊക്കോ ആണോ? കൊക്കോ അല്ല, കോഫി. അയ്യോ, വേദനിച്ചോ? ശോ, ഈ ജിത്തുവിന്റെ കയ്യിൽ നിന്ന് കിട്ടിയ സ്വഭാവാ. ജിത്തു എപ്പോഴും അങ്ങനെയാ, സ്നേഹം വരുവാകുന്നുള്ളൂ അല്ലേ? സാറ് ഓഫീസിൽ ഭയങ്കര സീരിയസാ. ഞാൻ രാവിലെ ജിത്തുനോട് പറഞ്ഞതാ ശ്രീജയെ വിളിക്കാന്ന്. അപ്പൊ ജിത്തുവോ പറഞ്ഞേ ഓഫീസിൽ നിന്ന് പറഞ്ഞോളാന്ന്. പറഞ്ഞായിരുന്നോ? അതിന് ഞാനിന്ന് ലീവായിരുന്നല്ലോ. ഓ, ഇന്ന് ലീവായിരുന്നോ? 2 ദിവസമായിട്ടേ. ചേച്ചി കുടിക്കാൻ ചേച്ചി തണുത്തോളം ഉണ്ടോ? ഒരു മിനിറ്റ്. ശ്രീ, നിലയിച്ചയുടെ കുരുമുളക് കിട്ടുന്ന നാടൻ കോഴിക്കറി ഉണ്ടല്ലോ, നല്ല സൂപ്പർ ഐറ്റമാ. ഇപ്പൊ എന്താ ചേച്ചി, നാടൻ കോഴി കിട്ടാനല്ലേ? കോഴിയുണ്ട്, പക്ഷെ നല്ല കുരുമുളക് കിട്ടാനില്ല. സ്നാക്സ് കൂടെ എടുത്തു. സ്നാക്സ്. അച്ഛാ, എവിടെ എത്തി? ആണോ? അവിടെ നിന്ന് കയറി കഴിക്കേ. She's trying to smell her perfume. അമ്മയ്ക്ക് കൊടുത്തേ. അമ്മേ, വീട്ടിൽ ചെന്നിട്ട് ഭക്ഷണം ഉണ്ടാക്കാനൊന്നും നിൽക്കണ്ട, അവിടെ നിന്ന് കയറി കഴിച്ചോ. ഞാൻ ദേ നീലേച്ചിയുടെ ഫ്ലാറ്റിൽ. ഞാൻ ഇവിടുന്ന് കഴിച്ചോളാം. ഇന്നേ ചേച്ചിയുടെയും സാറിൻ്റെയും വെഡിങ് ആനിവേഴ്സറിയാ. പറഞ്ഞേക്കാം. അല്ല, അമ്മ തന്നെ പറഞ്ഞോ. ചേച്ചി ഇവിടെ നിൽക്കുന്നുണ്ട്, ഞാൻ കൊടുക്കാം. ഹലോ. താങ്ക് യു. 5 വർഷമായി. ഞാൻ ജിത്തുനോട് പറഞ്ഞേക്കാം. ഓ, ഇവിടെ ഉണ്ടായിരുന്നോ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പം അടുത്ത തവണ വരുമ്പോൾ ഇറങ്ങ്. ശരി, ഞാൻ കൊടുക്കാം. അമ്മേ, എത്തിയിട്ട് വിളിക്കട്ടോ. ശരി. അച്ഛനും അമ്മ ഇവിടെ ഉണ്ടായിരുന്നല്ലേ? അതാ ഞാൻ 2 ദിവസം ലീവാക്കിയേ. ഓ, അച്ഛനൊരു ചെക്കപ്പ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ അവരെ കൊണ്ട് കറക്കവും എല്ലാം കഴിഞ്ഞ് അവരിന്ന് വണ്ടി കയറ്റി വിട്ടേ ഉള്ളൂ. അത് കഴിഞ്ഞ് ഒന്ന് കുളിച്ച് റെഡി ആയപ്പോഴത്തേനുമാണ് സോറി വിളിക്കണം. ഓ, ഇപ്പോഴാണോ വിളിച്ചത്? സോറി കേട്ടോ. അതൊന്നും സാരില്ല. ശ്രീജെ, ഏത് പെർഫ്യൂം യൂസ് ചെയ്യുന്നത്? വെർസാച്ചെ. വെർസാച്ചെ. It's the same. നല്ല സ്മെല്ല്. Oh no. That's just an unfortunate coincidence, then I would say. അന്തരാസ് കൂന്തരാസ് അവന്റെ അമ്മയുടെ തള്ളെ കലിപ്പ് തീരണില്ലല്ലേ? ശരി ചേച്ചി. ശരി. ഓക്കേ, അപ്പൊ ശരി, കാണാം. നീ ജിത്തുനോട് മറ്റേ കാര്യം ചോദിച്ചായിരുന്നോ? എന്ത് കാര്യം? വെയിറ്റ് ചെയ്തിട്ട് പറയാതിരിക്കുക. ചോദിക്കണ്ട, നമ്മൾ വെറുതെ സംശയിച്ചാ. നമ്മളല്ല, നീ. ഓ, സമ്മതിച്ചു.
പക്ഷെ എനിക്ക് വേറെ കാര്യം മനസ്സിലായി. ജിത്ത് എനിക്കൊരു പെർഫ്യൂം മേടിച്ച് വെച്ചിട്ടുണ്ടല്ലേ, വെർസാച്ചെ. മനസ്സിലായില്ലേ? സർപ്രൈസ് ചെയ്യാൻ വെച്ചേക്കാം, നാളെ തരും. നാളെ ഇന്നല്ലേ തരണം? അത് സാധാരണ ഹസ്ബൻഡ്സ് അല്ലേ ഈ വെഡിങ് ആനിവേഴ്സറിക്കും ബർത്ത്ഡേക്കൊക്കെ മാത്രം ഗിഫ്റ്റ് കൊടുക്കുന്നത്. ക്ലാസിക് ഹസ്ബൻഡ്സ് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കും. ഞാൻ ഇത്രയും പ്രശ്നം ഉണ്ടാക്കിയിട്ട് അവൻ പറഞ്ഞില്ല. How sly can he be? Now he'll forcefully make the guy buy the perfume 5K wala. ക്ലാസിക് ഹസ്ബൻഡ്സ് ആണ്. വാ അടേ, ഞാൻ പോവാ. നീ ഇതെവിടെ പോകുന്നു? ഇരിക്കലേ, ഒരെണ്ണം കൂടെ അടിക്കേ. ഇത്ര ലേറ്റ് ആയിട്ട് ഇനിയിപ്പോൾ പോകണ്ടെന്നേ, നാളെ പോവാം അല്ലേ? നോക്കട്ടെ, ഞാനേ വെള്ളം എടുത്തരാം. പിന്നെ സോറി. ദേഷ്യമാണോ? ആയിരുന്നു, പക്ഷേ ഇപ്പൊ ഇല്ല. ശരിക്കും നിങ്ങൾ സംസാരിച്ചിരിക്കെ, ഞാൻ ഭയങ്കര ടയർഡാ. പോയി കിടക്കട്ടെ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. Classic husband. എടാ, ഞാൻ പോണോ? അവള് പോയി കിടന്ന് ഉറങ്ങി. നീ വന്നിരിക്കുക, രണ്ടെണ്ണം അടിച്ചു. അടിപൊളി. അളിയാ, എന്നാലും നീ എന്തു പറഞ്ഞാണ് അവളെ അണച്ചത്? What is he gonna say? അത് പറയാൻ മറന്നുപോയി. നീ ഒരു 5000 രൂപ എടുത്ത് മാറ്റി വെച്ചോ, ഇല്ല ഇപ്പൊ അണഞ്ഞു കിടക്കുന്ന സാധനം രാവിലെ ആളിക്കത്തും. 5000 രൂപ? ആ, എന്തിന്? കൈവക്ക്. അതായിരുന്നോ? ഒരു സേറ്റാ? സേട്ടൊക്കെ നേരത്തെ തീർന്നറേ. തീർന്നോ? എന്നാ വാ, സേറ്റ് മേടിച്ചിട്ട്. ഓ, ഈ നേരത്തിന് സേട്ട് ഞാൻ പതി കിടക്കാൻ പോടാ. പോടാ, ഇത്രയും നേരത്തെയോ? നാളെ രാവിലെ ഓഫീസിൽ പോണം. But he can't sleep, Surjit. ഓഫീസിലെ കാര്യം പറയാൻ നീ ശ്രീജ തമ്മിൽ എന്തെങ്കിലും ഉണ്ടോ? എന്ത്? അതാണ് ഞാനും ചോദിച്ചത്, എന്ത്? പോടാ അവിടെ. പക്ഷേ ഞാൻ അവളുടെ കണ്ണിലൊരു പ്രേമത്തിളക്കം കണ്ട്. പോടാ അവിടെ, ചുമ്മാ പ്രാന്ത് പറയാം. അവൾ ഈ ഓഞ്ഞ ഷർട്ട് നോക്കിയിട്ട് എന്ത് പറഞ്ഞേ? അല്ലേ? നമ്മൾ ഈ സൈക്കോളജിയുടെ കുറേ കാലം നടന്നതിൻ്റെ പേര് ഇങ്ങനത്തെ ഐറ്റം കണ്ട അപ്പം കിട്ടും. നിനക്ക് ഇതുവരെ കിട്ടിയിട്ടില്ലല്ലോ. വിട്ടേ. Such a sly character, man. സുർജിത്തെ, ഷർട്ടിന്റെ കാര്യം വേറെ പിള്ളേരൊക്കെ പറഞ്ഞിട്ടുണ്ട്. വേറെ എന്തെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ അവളെ He's also no less the other guy, huh? He's just, when he's understood that somebody is giving him attention again. What? നമുക്കൊന്ന് പോയാലോ? ആ, പെട്ടെന്ന് പറഞ്ഞാൽ നമുക്കൊരു ഷോക്കായാലോ? അത് ശരിയാ. ഒരു കാര്യം ചെയ്യാം, ആദ്യം വലിക്കാം, എന്നിട്ട് ആലോചിക്കാം. വാ. Surjit again got what he wanted. വാടേ. അതൊരു നല്ല ഐഡിയ ആണ്. സുർജിത്തെ, So, it's over? I'm sure. Hello? It's over? Okay. That was all. Because you guys tell me that there's no continuation. So I'm guessing third episode is completely unrelated to this. So it has been left open-ended. It has been left sort of open-ended. Okay. But you know what I've understood? Is that
Surjit is the type of guy who is a master manipulator. He's a master manipulator, because he sort of even though he's lonely, like a lot of people say, like you guys said, he's psycho, he's having some problems or something like that. But he's basically a psycho, But he can manipulate people so well. So is he really a psycho, or he's super duper intelligent? If he's under some medication or something, I don't know, but he's super duper manipulative and he gets his way. Like if he wants to do something, he's gonna find a way somehow. Like he wanted to have a party, like he and his friend, they decided to have a party, and then the wife calls, okay, it's not possible, and then he's at home, that sad music is playing, he's lonely, and suddenly that opportunity rings and he makes full use of it and make it work in his favor. So that is smart. So one thing though, I completely understood that he's a master manipulator. And a second thing is that I really want to see how this, because you guys tell me that everything is unrelated, all the stories and all the episodes. I want to see how Surjit sort of, like how his story ends. Is he gonna remain lonely by the finale, or is there a redemption arc for him? So I'm really interested to see that, because every episode will have at least some connection. Like by the end finale, I'm guessing there would be some connection. Like this person that Surjit calls Sunita, maybe she comes in the future episodes. We don't know what is the story there. Otherwise, why would, because it's created by Thambi, why would he put that thing so randomly over there? Like we know the name and all of that. So I don't know if that comes into play in the future somehow or not, like in the larger scheme of things. But compared to episode 1 and 2, I still like the episode 1 more than this one. This had a lot of filler things, like the dancing thing and all of that, the party thing. So there were a lot of filler scenes over here, which is fine, but I think in terms of storytelling, I liked the first episode more than this episode. Even this was nice, but I think for me, preference wise, I think first is still a superior episode than the second episode. So yes, let's see what happens. And I really like this guy's acting. I again forget the name. I had looked it up. Wait. Vishnu Agastya. I really liked his acting. Like the way in both the episodes, very natural, like his dialogue delivery and everything. I mean, like he's also like he's expressing his sort of, not, I wouldn't say cunningness in the sense, because you guys because it's already been established that he's under medication and something like that. So he's psychotic and all of that. So but still I would say that cunningness in a way he's expressing it very well through his eyes. I really like that. So yes, that was my reaction to the episode 2 of Insomnia Nights. And yep, do share in your thoughts. Most of you have given me positive feedback in the series, but I saw a couple of comments that you didn't jam with the series too much because you had very high expectations and all of that. So let's see how it moves forward. But yes, episode 2 compared to episode 1 was a little underwhelming for me. So that's where my feedback stands. And yeah, that was my reaction for today. I hope you've come till the end of the video and I've enjoyed this. Do let me know for people who are watching this with me for the first time, because I also read a couple of comments where you said that you have not watched it and you're watching it with me. So do share in your thoughts for both the episodes, which one you found better. And yes, I'll sign off now and I'll see you soon on my next video. Bye-bye.